കൺകുളിർക്കെ കണ്ടോളൂ. രാവിലെ പുതിയൊരു വോയിസും കൂടെ പുറത്തിറങ്ങി വന്ന് കളിക്കുന്നുണ്ട്. നമ്മുടെ മുകേഷ് സ്ഥിരമായിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്തിനാണെന്നോ എന്തോ ഇയാളൊക്കെ പിടിച്ച് MLA ആക്കിയത് എനിക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. എന്നോട് സംസാരിക്കില്ലേ വേഗം. അതായത് ഇതുപോലെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതിപ്പോ ഞാൻ ഇന്ന് രാവിലെ പുറത്തു വന്ന ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഒരു കാര്യമില്ലാതെ നടൻ ജഗദീശനെ വരെ ഇയാൾ അനാവശ്യം പറയുന്നുണ്ട്. ഷൺമുഖന്റെ കന്നിക്കാഴ്ചയൊന്നുമല്ല, പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്. ഹലോ മുകേഷ് ചേട്ടാ. മുകേഷ് ചേട്ടാ, മറ്റേ മുകേഷിന്റെ ഒക്കെ പുതിയൊരു പടം വരുന്നുണ്ടല്ലോ, അത് ഉടനെ വല്ല റിലീസ് ആകുമായിരുന്നു? മറ്റേ പഴയ ജഗദീഷ് ചേട്ടന്റെ തിരുവല്ലയിൽ ഞങ്ങൾക്ക് ബോധമില്ലെന്ന് തോന്നുന്നു. എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്ന ആളോടാ. ഒരാളെ വിളിക്കുമ്പം ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് ഇന്നാരാണ് വിളിക്കുന്നത്, ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? സാമാന്യ മര്യാദ. ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പടത്തിന്റെ പള്ളി പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സന്തോഷായി, നല്ല സന്തോഷായി. കൊണ്ട് കളഞ്ഞില്ലയോ? ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ കൊണ്ട് കളഞ്ഞു. അല്ല ജഗദീഷ് ചേട്ടാ, അല്ല ജഗദീശനെ വിളിക്കാം. അവൻ പാട്ടി, അവൻ റാസ്കൽ. നിനക്കിതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പനിതെങ്ങനെ സാധിച്ചെടുത്തടാ? ജഗദീശനെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇന്നേ വരെ ഒരു മനുഷ്യനെ പറ്റിച്ചിപ്പോന്ന് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത് ശരിയാ, അത് ശരിയാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ ജോലി ശരി.